ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഞാൻ മുട്ടക്കുംസാണ് ഷെയർ ചെയ്യുന്നത്. അതിനുവേണ്ടി ഫ്രിഡ്ജിൽ വെക്കാത്ത 5 മുട്ട എടുക്കണം. പിന്നെ വലിയൊരു ബൗളെടുത്ത് ഈ 5 മുട്ടയും ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ബൗൾ നന്നായിട്ട് ഡ്രൈ ആയിരിക്കണം. അതായത് തുണി കൊണ്ട് നല്ലപോലെ തുടച്ചതിന് ശേഷം മാത്രം മുട്ട ചേർക്കുക. എന്നിട്ട് എഗ് ബീറ്റർ വെച്ചിട്ട് നല്ലപോലെ പതഞ്ഞ് വരുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര എടുത്ത് നല്ലപോലെ പൊടിച്ച് അത് അല്പാൽപ്പം ചേർത്ത് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, പഞ്ചസാര പൊടിച്ച് ചേർത്താൽ നമുക്ക് ഈസി ആയിരിക്കും. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. വനില എസൻസ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. പിന്നെ വേണ്ടത് അല്പം ഫുഡ് കളറാണ്. തികച്ചും ഓപ്ഷണലാണ്. കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ബൗൾ എടുക്കുന്ന സമയമുണ്ടല്ലോ, വലിയ ബൗൾ തന്നെ എടുക്കണം. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് മൈദ എടുക്കുക. മൈദ ഫുള്ളായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അല്പാൽപ്പം ചേർത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇനി എഗ് ബീറ്റർ ഉപയോഗിക്കേണ്ട, സ്പാച്ചില വെച്ചിട്ട് സാവധാനം ഇളക്കി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വലിയ ബോളാണെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യുന്ന സമയം അല്പം കൂടി ഈസി ആയിരിക്കും. ഓരോ തവി ഇട്ട് മിക്സ് ചെയ്യണം. അത് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടുത്ത തവി ഇടണം. അതുപോലെയാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. എല്ലാം കൂടി ഒന്നിച്ച് ചേർത്താൽ കട്ട കെട്ടാനും മാവ് താണു പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇവിടെ എല്ലാം തന്നെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഓവർ മിക്സിങ് പാടില്ല. അങ്ങനെയാകുമ്പോൾ കേക്ക് താണു പോവാൻ ചാൻസ് ഉണ്ട്. അതായത് മുട്ടക്കുംസ് താണു പോവാൻ ചാൻസ് ഉണ്ട്. 6 ഇഞ്ച് വരുന്ന ഒരു പാൻ എടുത്ത് നന്നായിട്ട് എണ്ണ തടവണം. എണ്ണ കൂടുതലാവാൻ പാടില്ല. എന്നിട്ട് ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കണം. അതിൻ്റെ മുകളിലായിട്ടും സൈഡിലായിട്ടും എണ്ണ തടവി കൊടുക്കണം. റിഫൈൻഡ് ഓയിലാണ് ഞാൻ തടവിയിട്ടുള്ളത്. അതിനുശേഷം ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഇതിൽ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് മിക്സിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മീഡിയം തീയിൽ 5 മിനിറ്റ് ചൂടാക്കിയിരുന്നു. അതിന് മീതിയായിട്ട് നമ്മൾ മുട്ടക്കുംസ് വെച്ച പാത്രം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ആവശ്യമുള്ള കാഷ്യൂ നട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് ഈ കാഷ്യൂ നട്ട് ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിലായിട്ട് വിതറി കൊടുക്കണം. കാഷ്യൂ നട്ട് ഉണ്ടല്ലോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പം അതുകൊണ്ട് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും മൂടി വെക്കണം. വളരെ ചെറിയ തീയിൽ തന്നെ ഒരു 30 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം. ടോട്ടൽ 40 മിനിറ്റാണ് എനിക്ക് ആവശ്യമായിട്ടുള്ളത്. തീയുടെ വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ 30 മിനിറ്റ് കൊണ്ടും കുക്കാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ടോട്ടൽ 30 മിനിറ്റ് ആവുന്ന സമയം കൊണ്ട് ഇതിൻ്റെ മിഡിൽ ഭാഗത്തേക്ക് ഒരു ഈർക്കിൽ വെച്ചൊന്ന് കുത്തി നോക്കണം. അപ്പോൾ ഈർക്കിൽ നനവ് അനുഭവപ്പെടുന്നു എങ്കിൽ വീണ്ടും 10 മിനിറ്റോ 5 മിനിറ്റോ ഒന്ന് കുക്ക് ചെയ്യാം. എനിക്കിവിടെ 40 മിനിറ്റ് കൊണ്ടാണ് കുക്കായിട്ടുള്ളത്. അപ്പോൾ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടക്കുംസ് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ നല്ല നല്ല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് അപ്പോൾ എനിക്ക് വീണ്ടും ഇതേപോലെ റെസിപ്പീസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് തോന്നൽ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും കാണാം. ബൈ ബൈ.